ഹായ്. അർജുൻ രമേശ് സംവിധാനം ചെയ്ത പരാക്രമം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. ഈ സിനിമയിൽ ദേവ് മോഹൻ, ഷിജു, പിന്നെ അതുപോലെ രഞ്ജി പണിക്കർ, പിന്നെ നമ്മുടെ ചിന്താവിഷയ ശ്യാമള ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായിക, ഇവരൊക്കെയാണ് ഈ പടത്തിൽ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ വാഴ സിനിമയിലുള്ള 2-3 കഥാപാത്രങ്ങളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കഥ അല്ലെങ്കിൽ സിനിമ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഫസ്റ്റ് ഭാഗം വരുന്നത് തന്നെ ഒരു സ്റ്റേഷനിൽ നിന്ന് വെച്ചിട്ടാണ്. അതായത് അമ്മയും മകനും സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്ലാഷ് ബാക്ക് ആണ് വരുന്നത്. ഇവരെ ചെറുപ്പകാലത്തിലുണ്ടായ ഒരു വഴക്കിനെ തുടർന്നുണ്ടാവുന്ന വൈരാഗ്യം അത് വലുപ്പത്തിലും മുന്നോട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പടം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് രീതിയിലുള്ള കോമഡിയും ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ, ഫൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ചെറിയ രീതിയിൽ എന്തൊക്കെയോ ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് നായികയുടെ കഥാപാത്രം വരുന്നത്. പിന്നീട് ആ റിവെഞ്ച് മറന്ന് ഈ നായികയുടെ പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ പാട്ടും അതും ഇതൊക്കെ ആയിട്ട് പാട്ടും നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ച് കേട്ടിരിക്കാനൊക്കെ തോന്നുന്ന ഒരു പാട്ടുകളൊക്കെയാണ്. അത് കാരണം അത്ര സീനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ആ പഴയ റിവെഞ്ച് വരുന്നു. ആ റിവെഞ്ചിലൂടെ വീണ്ടും പടം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവന്റെ അച്ഛൻ കഥാപാത്രം ചെയ്തിട്ടുള്ള നമ്മുടെ രഞ്ജി പണിക്കർ ഒരു മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം മരിച്ച് ആ ഒരു ഷോക്കിൽ വീണ്ടും പടം വേറൊരു രീതിയിലോട്ട് പോവുകയാണ്. അതായത് ഇത്ര നേരം വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീലിൽ നിന്നും മാറി പടം അച്ഛൻ മകൻ എന്നുള്ള ഒരു രീതിയിലോട്ട് പടം പോവുകയും, പിന്നീട് ഈ അച്ഛൻ എങ്ങനെയാണ് മരിച്ചെന്നുള്ളതൊക്കെ നോക്കി, അതായത് ഒരു തീവ്രവാദി ആണ് എൻ്റെ അച്ഛനെ കൊന്നത്, അതെങ്ങനെയാണ് ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് കൊന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഈ വേറൊരു ആർമി ഓഫീസർ വന്നിട്ട് ഇവനോട് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ നിന്റെ അച്ഛനെ കൊന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു എങ്ങനെയാണെന്നുള്ളൊക്കെ പറയുന്നതിന് ശേഷം അവൻ ഈ ഇപ്പോൾ ഉള്ള ഒരു ക്യാരക്ടറിൽ നിന്നും മാറി അവൻ മിലിറ്ററി ഓഫീസറായിട്ട് പോവുകയും അവിടെ നിന്ന് ഈ അച്ഛനെ കൊന്ന ഈ വില്ല കഥാപാത്രത്തെ ഇവൻ കൊല്ലുകയും, അങ്ങനെയൊക്കെയാണ് ഈ പടം പോകുന്നത്. അതായത് അവിടെ ഇവിടെ ഒക്കെ ഒന്നും ഒരു പിടിതരാത്ത രീതിയിലൊക്കെയാണ് ഈ പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലിടയ്ക്ക് ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുറച്ച് ഇമോഷൻസും ചെറിയ രീതിയിലുള്ള കോമഡീസും ഒക്കെ ഈ പടത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പരാക്രമമായിട്ടുള്ള അക്രമങ്ങളൊന്നും ഈ പടത്തിലില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഈ പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു തോന്നൽ തോന്നും, അപ്പൊ ഈ നായിക കഥാപാത്രം എവിടെ പോയി, ഈ മറ്റേ പഴയ വില്ലന്റെ ആ ഒരു റിവെഞ്ച് എന്തായി എന്നുള്ളതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അത് ലാസ്റ്റ് ടൈം, അതായത് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എവിടെയും തൊട്ട് കാണിച്ചു തരും. അതായത് ഇവൻ ഒരു ഹോസ്റ്റലിൽ പോയിട്ട് ഈ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഈ പഴയ ആ വില്ല കഥാപാത്രത്തെ ഇടിച്ച് പരിപ്പിളക്കുന്നതും, അതിനുശേഷം ഈ നായികയുടെ അടുത്ത് പോയിട്ട് നായികയുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് അവരെ കല്യാണം കഴിക്കുന്ന സീനുകളൊക്കെയാണ്. അത് ഫ്ലാഷ് ബാക്കിൽ അത് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 1.5 മണിക്കൂർ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരാക്രമം ഈ ഒരു പരാക്രമണത്തിൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം വലിയ കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പടത്തിൽ ചില എന്താ പറയാ ക്ലേശ സീനുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞ് 1.5 മണിക്കൂർ മാറിയിട്ട് ചിലപ്പോൾ 1 മണിക്കൂറായിട്ട് പടം വരും. അപ്പോൾ ഷോർട്ട് ഫിലിമായിട്ട് മാറും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ കുറച്ച് സാധനങ്ങളൊക്കെ കുത്തി കയറ്റിയിട്ട് വന്നിട്ട് 1.5 മണിക്കൂർ വരെ ആക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഷിജുവിന്റെ ക്യാരക്ടർ എല്ലാ പടത്തിലും കാണുന്ന പോലെ തന്നെ സെയിം കോമഡി പോലത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അതിനൊന്നും വ്യത്യസ്തതൊന്നുമില്ല. പിന്നെ പറയാനാണെങ്കിൽ നായികയെ കാണാൻ ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ ദേവ് മോഹൻ, അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നല്ല രസമായിട്ട് ചില സംഭവങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുള്ള കാരണം കൊണ്ട് നല്ല വൃത്തിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പടം പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.